ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് വലിയൊരു ക്ഷീണത്തിലാണോ? ജോലി ചെയ്തുള്ള ക്ഷീണമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ചിന്തകൾ തരുന്ന ക്ഷീണം. വാടക എങ്ങനെ കൊടുക്കും? ലോൺ എങ്ങനെ അടയ്ക്കും? കുട്ടികളുടെ ഫീസ് എങ്ങനെ കൊടുക്കും? രാത്രി കൃത്യം 3 മണിക്ക് നിങ്ങളുടെ ഉറക്കം ഞെട്ടും. പിന്നെ ബാങ്ക് ബാലൻസിനെ കുറിച്ചും കടങ്ങളെക്കുറിച്ചും ചിന്തിച്ച് പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ മടിയനായതുകൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ തകർന്നു പോകുന്നത്. ഇന്ന് നിങ്ങളുടെ കടബാധ്യതകളെയും സാമ്പത്തിക തകർച്ചകളെയും എന്നേക്കുമായി മാറ്റാൻ പോകുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ പണത്തെ ചൊല്ലി നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിന്റെ സകല സാമ്പത്തിക ഭാരങ്ങളും ആ വലിയ വിശുദ്ധന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എൻ്റെ കർത്താവെ, എൻ്റെ കുടുംബത്തിൻ്റെ സകല സാമ്പത്തിക ഭാരങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം തന്നെ വലിയൊരു വിശ്വാസത്തോടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. നിങ്ങളുടെ ഈ വരികൾ സ്വർഗത്തിൻ്റെ ആ തിരുകുടുംബത്തിൽ വലിയൊരു സമർപ്പണമായി മാറട്ടെ. സഹോദരങ്ങളെ, നിങ്ങളല്ല നിങ്ങളുടെ കുടുംബത്തിലെ രക്ഷകൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റേണ്ടത് നിങ്ങളാണ് എന്ന് പിശാച് തരുന്ന ഒരു കള്ളമാണ്. നമ്മുടെ സമൂഹം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഉറക്കമില്ലാതെ കൂടുതൽ കഷ്ടപ്പെടുക, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ വെക്കുക. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാങ്ക് ആപ്പ് തുറന്ന് നോക്കി ടെൻഷൻ അടിക്കും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇതിനെ വിളിക്കുന്നത് ആത്മീയ അത്യാഗ്രഹം എന്നാണ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം കഴിവിലും പണത്തിലും മാത്രം സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ഒരു അമിതമായ ആഗ്രഹം. ഈശോ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്: നമ്മൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:31 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എത്രത്തോളം പണത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥന കുറയും. കാരണം പ്രാർത്ഥനയ്ക്ക് വിശ്വാസം വേണം. എന്നാൽ ഈ സാമ്പത്തിക ഭയം നിങ്ങളുടെ വിശ്വാസത്തെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകൻ, അത് ദൈവമാണ്. ആ അധികാരം നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. 2. വ്യർത്ഥമായ അധ്വാനവും പിശാചുക്കളുടെ പേടി സ്വപ്നവും. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ബില്ലുകളായാലും അതിൻ്റെ പേപ്പറുകളായാലും ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പറയുക: ഇത് എൻ്റെ പ്രശ്നമല്ല, ഇത് അങ്ങയുടെ പ്രശ്നമാണ്. അങ്ങാണ് ഇതിൻ്റെ പ്രൊവൈഡർ, അങ്ങ് നോക്കിക്കൊള്ളുക. ഇങ്ങനെ പറയുന്നതിലൂടെ ഉറപ്പായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ബില്ലുകൾ അടയാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ എത്തും. പണത്തിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നവരോട് ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമത്രേ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ അവർക്ക് വേണ്ടുന്നത് കർത്താവ് അവിടുന്ന് നൽകുന്നു. സങ്കീർത്തനം 127 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി തകർക്കാൻ പിശാച് വരുമ്പോൾ നിന്റെ വീടിന്റെ വാതിൽപ്പടിയിൽ കർത്താവിൻ്റെ ഒരു തേജസ് കാണും. ആ ഒരു വിശ്വാസം നിന്റെ മേലുണ്ടെങ്കിൽ പിശാച് തിരിഞ്ഞോടും എന്നത് ഒരു സംശയവുമില്ല. 3. പ്രഭാതത്തിലെ ആത്മീയ കൈമാറ്റം. മൂന്നാമതായി, നിങ്ങൾ നാളെ മുതൽ പ്രഭാതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ അധികാര കൈമാറ്റം എന്ന് വിളിക്കാം. സങ്കീർത്തകനായ ദാവീദ് നമുക്ക് നൽകുന്ന വലിയൊരു ഉപദേശമുണ്ട്: സഹോദരങ്ങളെ, നിന്റെ ഭാരം കർത്താവിൽ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ. സങ്കീർത്തനം 55:22. നാളെ രാവിലെ നിങ്ങളുടെ അലാറം അടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഫോൺ എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ 2 മിനിറ്റ് കണ്ണടച്ച് ശാന്തമായിരിക്കുക. എന്നിട്ട് ശബ്ദമുയർത്തി ഇങ്ങനെ പറയുക: സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എൻ്റെ സകല സാമ്പത്തിക ഭാരങ്ങളും ജോലിയും എൻ്റെ കടങ്ങളും ഞാൻ അങ്ങയുടെ അധികാരത്തിൻ്റെ കീഴിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മാതാവിനെയും കുടുംബത്തെയും അങ്ങ് സംരക്ഷിച്ചതുപോലെ
എൻ്റെ കുടുംബത്തെയും അങ്ങ് സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഇത് മനസ്സിൽ പറഞ്ഞാൽ പോരാ, ശബ്ദമുയർത്തി തന്നെ പറയണം. കാരണം നിങ്ങളുടെ മനസ്സാണ് പിശാചിന്റെ യുദ്ധക്കളം. ഇത് നിങ്ങൾ ഉച്ചത്തിൽ പറയുമ്പോൾ സ്വർഗവും നരകവും അത് കേൾക്കും. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാരം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അതിനുള്ള ഉത്തരം നിനക്ക് വൈകാതെ ലഭിക്കും. നാലാമതായി, പകൽ സമയത്തെ അടിയറ വയ്ക്കൽ. നാലാമതായി, നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചാലും പകൽ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി, ഭയം വരും. രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതായിരിക്കും. വണ്ടി ഓടിക്കുമ്പോഴോ ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്തോ മീറ്റിങ്ങിലായിരിക്കുന്ന സമയത്തോ ആയിരിക്കും പെട്ടെന്നൊരു ഭയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ലോൺ അടയ്ക്കാൻ എന്തു ചെയ്യും? വാടക കൊടുക്കാൻ എന്തു ചെയ്യും? മക്കളുടെ ഫീസ് കൊടുക്കാൻ എന്തു ചെയ്യും? സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. വചനം നമ്മെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവേൻ. അപ്പോൾ സകല ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർ 4:6 മുതലുള്ള വാക്യങ്ങൾ. ആ സമയത്ത് ആ ചിന്തകൾ നിങ്ങൾ അമർത്തിവെക്കാൻ ശ്രമിക്കരുത്. പകരം ആ നിമിഷം ദൈവത്തോട് പറയുക, എൻ്റെ ഉള്ളിലെ ആ ഭയത്തെ അവിടുന്ന് മാറ്റണമേ. യേശുവെ, ഞാൻ അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം എന്നെ കാത്തുകൊള്ളട്ടെ. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. തക്ക സമയം എൻ്റെ ദൈവം ഇതിന് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നൽകി നിങ്ങളെ അലസരാക്കില്ല. മറിച്ച് കൃത്യസമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നൽകി നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിന് സ്വർഗത്തിന് കരുതൽ ലഭിക്കുന്നത് അന്ന് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഉറപ്പായും ദൈവം വലിയൊരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യും. നിങ്ങളുടെ കടബാധ്യതകൾ മാറും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ.